ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ISLൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ രഹിത സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. കൊച്ചി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചത്. മത്സരത്തിന്റെ 30ാമത്തെ മിനിറ്റിൽ തന്നെ പ്രതിരോധ നിര താരമായ ഐബൻ ബാർഡോഹ്ലിംഗ് സ്ട്രൈറ്റ് റെഡ് കാർഡ് കണ്ട് പുറത്തു പോവുകയായിരുന്നു. അതായത് അജാറിയെ അദ്ദേഹം തലകൊണ്ട് ഇടിക്കുകയായിരുന്നു. അതാണ് തിരിച്ചടിയായിട്ടുള്ളത്. ആ സമയത്ത് ഒരൽപ്പം സംയമനം പാലിച്ചിരുന്നുവെങ്കിൽ ആ ഒരു റെഡ് കാർഡ് ലഭിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. ആ റെഡ് കാർഡ് ലഭിച്ചതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുകയായിരുന്നു. പിന്നീട് ഓരോ നിമിഷവും ബ്ലാസ്റ്റേഴ്സ് അതിജീവിക്കുന്ന ഒരു കാഴ്ചക്കാണ് നമുക്ക് സാക്ഷിയാവേണ്ടി വന്നിട്ടുള്ളത്. ഏതായാലും ആ റെഡ് കാർഡിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ TG പുരുഷോത്തമൻ ഇപ്പോൾ തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഐബന് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നത് അത് കളിയുടെ ഭാഗമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. താരത്തെ കുറ്റപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. TG പുരുഷോത്തമന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അദ്ദേഹത്തിന് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നത് കളിയുടെ ഭാഗമാണ്. അത്തരമൊരു സാഹചര്യത്തെയും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെയും ആശ്രയിച്ചാണ് അത് നിലകൊള്ളുന്നത്. യെല്ലോ കാർഡുകളും റെഡ് കാർഡുകളും ഒക്കെ സംഭവിക്കാം, അത് കളിയുടെ ഭാഗമാണ്. ഇനി എങ്ങനെ പുരോഗതി പ്രാപിക്കുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. എല്ലാ വെല്ലുവിളികളെയും ഞങ്ങൾ മറികടക്കും. ഒരുപാട് വെല്ലുവിളികൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്, അതെല്ലാം മറികടക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുമുണ്ട്. ഇനിയുള്ള മത്സരങ്ങളിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ TG പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത്. താൽക്കാലിക പരിശീലകനായ TGPക്കും തോമസിനും കീഴിൽ മികച്ച പ്രകടനം നടത്താൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നു എന്നത് ആരാധകർക്കൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. 2025 ഇതുവരെ ഒരു പരാജയം പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല എന്നത് സുപ്രധാനമായ ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.